പ്രശാന്ത് മാലവേൽ, CPM-ഉം BJP-യും നിങ്ങളിൽ നിന്ന് പണം വാങ്ങി കുടുംബം നടത്തുന്ന കള്ളപ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പ് പോലും വിശ്വാസ്യതയില്ല, രാഷ്ട്രീയ നീക്കം നടത്തുന്നു CPM-ഉം അത് തന്നെ BJP-യും. പണം കൊടുത്തോ കുടുംബാംഗങ്ങൾക്ക്? ഈ രീതിയിൽ കോൺഗ്രസിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ ഭിന്നത മുതലാക്കാൻ, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കളമൊരുക്കാൻ? ഹലോ ഹലോ പ്രശാന്ത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ചോദിച്ചത് കേട്ടോ? കേട്ടു. ഇതില് രണ്ട് ഭാഗമുണ്ട്. അതായത് ഒന്ന്, ഇദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവാണ്. ഒരു കോൺഗ്രസ് നേതാവിന്റെ സമുന്നതനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യുകയും തന്റെ മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇനി ഒന്നാമത്തെ ഭാഗം തന്നെ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാം. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ഭാഗം കടബാധ്യത മൂലമാണ്. ഈ കടം എങ്ങനെയുണ്ടായി എന്നുള്ളത് പരിശോധിക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു 50 വർഷക്കാലം, ദീർഘകാലം 50 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾക്ക് ഏത് തരത്തിലാണെങ്കിലും കടബാധ്യത ഉണ്ടായത് മൂലം, വിഷമം മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ മകനെ കൊല്ലുന്നു, മാനസിക വൈകല്യമുള്ള ഒരു മകനെ കൊല്ലുന്നു എന്ന് പറയപ്പെടുമ്പോൾ ആ കോൺഗ്രസ് പാർട്ടി അവരോട് കാണിച്ചിട്ടുള്ള നീതികേട്, അവരുടെ അത്രയും വലിയൊരു നേതാവിന് ഇത്രമാത്രം ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് അതിനെ സംരക്ഷിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമുള്ള ഒരു പാർട്ടി, അതാണ് ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം എടുത്ത് പരിശോധിച്ചാൽ ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ളത് ഈ പാർട്ടിക്ക് വേണ്ടി അടിയുറച്ച് നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരാള്, ആ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനും ആ പാർട്ടിയുടെ നേതാക്കളുടെ പോക്കറ്റ് വീർപ്പിക്കാനും അടക്കം ഇദ്ദേഹം മുന്നിൽ നിന്നിട്ട് പല ആളുകളുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ DCC പ്രസിഡന്റും ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള IC ബാലകൃഷ്ണന് കൊടുക്കുകയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ഇതിൽ കണ്ണിയാവുകയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു ഏറ്റവും വലിയ നേതാവായിട്ടുള്ള KK ഗോപിനാഥൻ മാഷ് ഇതിന് ഇടനിലക്കാരനായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളിൽ പൂർണ്ണമായിട്ടും ഒരു ഭാഗത്ത് പാർട്ടി മാത്രമാണ് കുറ്റക്കാർ, പാർട്ടിയുടെ നേതാക്കൾ മാത്രമാണ് കുറ്റക്കാർ. പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടില്ല, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നിലപാടുകളും എടുക്കുന്നില്ല. തന്റെ മകന് പോലും, മാനസിക വൈകല്യമുള്ള തന്റെ മകന് പോലും ഒരു പരിഗണനയും കൊടുക്കുന്നില്ല എന്നുള്ള ആ കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മകനെ കൊന്ന് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഒന്ന്. ഇനി രണ്ട്, ഇതിന്റെ മുഴുവൻ കണ്ണികളും നോക്കൂ. ആ മനുഷ്യനെ ഒരു മറയ്ക്കുള്ളിലാക്കിയിട്ട് ആ മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള സ്വാധീനം മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലുള്ള കള്ളത്തരം മാത്രം മുതൽ മുടക്കായിട്ടുള്ള ഈ IC ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, ആ മനുഷ്യനെ മുന്നിൽ നിർത്തി, KK ഗോപിനാഥൻ മാഷിനെ പോലെയുള്ള ആളുകൾ ആ മനുഷ്യനെ മുന്നിൽ നിർത്തി ആളുകളുടെ കയ്യിൽ നിന്ന് മുഴുവൻ പണം വാങ്ങിച്ച് ഇവർ സുഖലോലുപരായി മുന്നോട്ട് പോകുന്നു. പാർട്ടി സംരക്ഷിക്കുന്നില്ല, ഇവർ തിരിച്ചു സംരക്ഷിക്കുന്നില്ല, ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ. എന്നിട്ടും നോക്കൂ ആ മനുഷ്യന്റെ നീതി, ആ പാർട്ടിയോട് കാണിച്ചിട്ടുള്ള നീതി നോക്കൂ. മരണക്കുറിപ്പ് പോലും 10 ദിവസങ്ങൾക്ക് ശേഷമേ പുറത്തുവിടാൻ പാടൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കാൻ. പക്ഷെ തിരിച്ചെന്താണ് ഈ കോൺഗ്രസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിപ്പോ പകൽ പോലെ വ്യക്തമാണ്. ആ മനുഷ്യന്റെ ആത്മഹത്യയും ആ കുട്ടിയുടെ കൊലപാതകത്തെയും പോലും ആ കുടുംബത്തിലെ 2 ആളുകളുടെ തലയിൽ വെച്ച്, മരുമകന്റെയും മകന്റെയും തലയിൽ വെച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രമല്ലേ ഈ കോൺഗ്രസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ആത്മഹത്യ വിശ്വസനീയമല്ല, അല്ലെങ്കിൽ അത് പരിശോധിക്കണം എന്ന് കൂടിയാണ് കോൺഗ്രസ് പാനലിസ്റ്റ് വസന്ത് തെങ്ങുപള്ളി പറയുന്നത്. അതായത് ഇതെല്ലാം കൂടെ ഇതിൽ കൃത്യമായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു, അതിൽ ചില കുടുംബ വിഷയങ്ങളുണ്ട്, അത് ഉയർത്തി കാണിക്കാനോ അത് എടുത്തിടാനോ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്, കൂട്ടിച്ചേർത്ത്. ഒരിക്കലുമല്ല. NM വിജയേട്ടനെ പോലെയുള്ള ആളുകളെ മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ ഈ വയനാട്ടുകാരനാണ്, വയനാട്ടിലെ എന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് NM വിജയേട്ടന്റെ താമസ സ്ഥലവും. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം അദ്ദേഹത്തിനെ പോലെയുള്ള ആള്. ഞാൻ ഇതിനു മുൻപൊക്കെ നിങ്ങളുടെ ചാനലടക്കം ഞാൻ ബൈറ്റ് കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആത്മഹത്യ കുറിപ്പുണ്ടാവും. കാരണം NM വിജയേട്ടനെ പോലെയുള്ള ആള് ഇവിടെ ഈ പാർട്ടി വളർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ BJP-യും ഒക്കെ ശക്തമായി എതിർത്തിട്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ പാർട്ടി വളർത്തിയുള്ളത്. അദ്ദേഹം ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യ ചെയ്യും, മകനെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്നു എന്ന് വിശ്വസിക്കാൻ പാടുപെടുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ
ആത്മഹത്യാക്കുറിപ്പുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വസ്തുതാപരമായിട്ട് ശരിയാണ്. അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് പരിശോധിച്ചാൽ അറിയാം, അദ്ദേഹത്തിന്റെ ഒപ്പ് പരിശോധിച്ചാൽ അറിയാം. അതിൽ എഴുതിയിരിക്കുന്ന വസ്തുതകൾ അദ്ദേഹം ഏത് കാലം മുതൽ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ച കാലം മുതൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം വരെ വളരെ കൃത്യമായിട്ട് ഡയറി തീർച്ചയായിട്ടും ഞാൻ തിരികെ വരാം. പ്രശാന്ത്